ദൈവത്തിന് സ്തുതി. മക്കടമ്പിലുള്ള സെൻറ്റ് ഇഗ്നാഷ്യസ് ചർച്ച് വലിയ ഇടവകയല്ലെങ്കിൽ വലിയ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും വലിയ കാര്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നു. കിഴക്കോട്ടും പടിഞ്ഞാട്ടും രാവിലെയും വൈകിട്ട് യാത്ര ചെയ്യുമ്പോഴും ഇടനേരത്തും എന്നും അവിടെ പരിപാടികളാണ്. ആ പരിപാടികളെല്ലാം സഭാമക്കൾക്ക് അനുഗ്രഹവും വളർച്ചയ്ക്ക് മുഖാന്തരവുമാണ്. നിങ്ങളുടെ അത്യുത്സാഹത്തെ സംബന്ധിച്ചപ്പോഴും ഞാൻ പലരോടും പറയാറുണ്ട്, ആ സാക്ഷ്യം എന്ന് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുമോറോ എന്ന നാമത്തിൽ ഒരു വെബ്സൈറ്റ് ഇന്ന് ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ മറ്റൊരു രഹസ്യവും കൂടെ ഉൾക്കൊള്ളുന്നു. അഖിലമലങ്കരാടിസ്ഥാനത്തിലുള്ള ഗായക സംഘങ്ങളെ ഏകോപിച്ചുകൊണ്ട് ഒരു കൂടിവരവ് ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യമായിട്ടുള്ള ഒരു കാൽവയ്പ്പാണ്. ഏകീകരണം എന്നുള്ളതിനേക്കാൾ പരിശുദ്ധ സഭയുടെ പാരമ്പര്യമനുസരിച്ചുള്ള ഏകീകരണം എന്നുദ്ദേശിക്കുന്നതും നമ്മുടെ സഭയുടെ പ്രാർത്ഥനകളെല്ലാം വായനകളേക്കാൾ കൂടുതൽ ഗീതങ്ങളായി പ്രകടിപ്പിക്കുക, പ്രസരിപ്പിക്കുക എന്നുള്ളത് സഭയുടെ ഒരു വലിയ പാരമ്പര്യമാണ്. അത് ഒന്നും വഴിതെറ്റിപ്പോകുന്നു എന്ന് പറയാൻ ഒക്കുകയില്ല. കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് പലരും വഴിപ്പെട്ടു പോകുന്നു. എന്നാൽ സഭയ്ക്ക് ചില പാരമ്പര്യങ്ങളുണ്ട്. അതിൽ നിന്നുകൊണ്ട് ഉറച്ചു നിന്ന് ഇത് ഏകോപിപ്പിക്കാനുള്ള മേക്കടമ്പ് പള്ളിയുടെ സെൻറ്റ് ഇഗ്നേഷ്യസ് പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി, സൺഡേ സ്കൂൾ അധ്യാപകർ, യൂത്ത് അസോസിയേഷൻ, അവിടുത്തെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിലും കൂടെ കൂട്ടായിട്ടുള്ള ഈ സമീപനത്തിന് ഏറെ നന്ദി രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഈ കൂടിവരവും ഈ പ്രസ്ഥാനവും എല്ലാവർക്കും എല്ലായിടത്തും പ്രയോജനപ്പെടട്ടെ, പ്രകാശമായി തീരട്ടെ. നിങ്ങളുടെ കഠിനാധ്വാനം, ചെറുമയിൽ നിന്നുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കഠിനാധ്വാനം ആത്മീയ രംഗത്ത് ഒരു മാതൃകയായി വരട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് ആ പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരിയെയും സഹപ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുമ്പോൾ ഈ പരിശ്രമം സഭയ്ക്ക്, വളർന്നു വരുന്ന സഭയ്ക്ക്, ദൈവത്താൽ നടത്തപ്പെടുന്ന ഈ സഭയ്ക്ക്, ദൈവത്താൽ നടത്തപ്പെടുന്നത് എന്നുള്ള വിശേഷണം ചിലർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ഈ അടുത്ത കാലത്ത് ആളുകൾ ഒരു ചോദ്യം ചോദിക്കുന്നു, ഇതെന്താണ് പാത്രിയർക്കീസ് കക്ഷിയുടെ പള്ളികളിൽ മാത്രം, വ്യക്തികളുടെ വീടുകളിൽ മാത്രം ശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള എണ്ണയൊഴുക്ക് വരുന്നത് എന്നൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ദൈവത്തിന് തിരിച്ചു വേദമൊന്നുമില്ല, പക്ഷേ അതേ ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ എലിയാദവിൻ്റെ ശരിയാകത്തെയാണ്. ശരാപ്രവാചകന്മാരും ബാലിൻ്റെ പ്രവാചകന്മാരും ഉച്ച കഴിയുന്നവരെയും എല്ലാ വിധത്തിലും അന്നത്തെ യാഗ സ്വഭാവത്തിന് യോജിച്ചും അതീതമായും പരിശ്രമിച്ചിട്ടുമുണ്ടായി. യഹോവയെ ഉത്തരമരുളണമേ എന്ന് ആഞ്ഞ നൊന്ത് വിളിച്ചപ്പോൾ അഗ്നി ഇറങ്ങി. ദൈവത്തിൻ്റെ ജനം പ്രത്യേകം ഓർക്കേണ്ടതാണ്, ഈ കാലയളവിൽ ദൈവം ഈ സഭയെ അളവറ്റ് അതിരറ്റ് സ്നേഹിച്ചു കരുതുന്നു. കാലം ചെയ്ത പുണ്യശ്ലോകനും പരിശുദ്ധനായ പൗലോസ് ദിദിയൻ ബാവായുടെയും മറ്റും
പിതാക്കന്മാരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നോർത്ത് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കും.